അഭിലാഷാണ് ഓറിയൻസിൽ നിന്ന്. അപ്പോൾ 2009 ചെന്നൈ ആസ്ഥാനമാക്കി സ്ഥാപിക്കപ്പെട്ട ഗ്ലോറിയൻസ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനി ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളും കഴിഞ്ഞ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കഴിഞ്ഞ് ഇന്ന് 7 രാജ്യങ്ങളിൽ വിദേശ 7 രാജ്യങ്ങളിൽ നിന്ന് എത്തി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇന്ന് ഓറിയൻസിനുള്ളത്. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് കമ്പനികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് MLM മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നല്ല കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഒരു ഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നല്ല കമ്പനി ഏതാണെന്നുള്ളതിനെ പറ്റി സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനികളെ നിയന്ത്രിക്കാനായി ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം, അതായത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അവരാണ് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ നിയന്ത്രിക്കുന്നതും ആ ഒരു മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പൊ ഇന്ന് സർക്കാരിന് ആ ഒരു MLM കമ്പനികളെ അല്ലെങ്കിൽ MLM മേഖലകളെ കുറിച്ച് പഠനം നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ സർക്കാരിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം, അതായത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്താണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്. സർക്കാർ കൊണ്ടുവന്ന ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള തോമസ് ജോസഫ് തൂങ്കുഴി സാറ് നമ്മുടെ ഓറിയൻസ് കമ്പനിയെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നേരെ സാറിന്റെ വാക്കുകളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ഈ ബിസിനസിന്റെ പ്രത്യേകത കട വാടകയ്ക്ക് എടുക്കേണ്ട, ലോറി ഓടേണ്ട, ഇതെല്ലാം കമ്പനി ഒരു കോമൺ ചാനലിലൂടെ തരികയാണ്. മറ്റ് ചെലവുകളൊന്നുമില്ല. അമിതാഭ് ബച്ചനെ വെച്ച് പരസ്യം ചെയ്യേണ്ട, പരസ്യം വേണ്ട. അപ്പോൾ ഈ കോസ്റ്റുകളെല്ലാം റെഡ്യൂസ് ചെയ്ത് സാധനത്തിന്റെ മിച്ചം കിട്ടുന്ന പൈസയെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ 2014 മൂല്യവർദ്ധിത നികുതി ഇവിടെ ഓറിയൻസ് ഒക്കെ ഉൾപ്പെടെയുള്ള, ഞാൻ ഒരു കാര്യം വളരെ ഗൗരവമായി പറയുകയാണ്. അന്ന് 11-12 ആംബെയുടെ CEO അറസ്റ്റ് ചെയ്തു. 13-14 12-13 ഒരു മനുഷ്യനും ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള വരില്ല. ആ സമയത്ത് ഞങ്ങൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവറിന്റെ മൂല്യവർദ്ധിത നികുതിക്കകത്തൊരു നിയമം കൊണ്ടുവന്നു. മൾട്ടി ലെവൽ എൻറ്റിറ്റി ആയിട്ട് നിങ്ങളെ ഒരു രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് നിയമപുസ്തകത്തിൽ എഴുതി വെക്കപ്പെട്ടു. നിങ്ങൾ ആർക്കും അറിയില്ല, ഗവൺമെന്റ് CEO മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഇന്ന് കോടികൾ കൈകാര്യം ചെയ്യുന്ന ഗോൾഡ് ഇൻഡസ്ട്രിക്ക് പോലും ഗോൾഡ് എൻറ്റിറ്റി എന്നൊരു എൻറ്റിറ്റി ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇന്ന് അയൺ ആൻഡ് സ്റ്റീൽ ബിസിനസ് ചെയ്യാൻ അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിക്ക് ഓരോ എൻറ്റിറ്റി എന്ന് കൊടുത്തിട്ട് എല്ലാ ബിസിനസ്സുകാരനെയും നികുതി നിയമത്തിൽ ഒന്നായി കാണും. എല്ലാ ബിസിനസ്സുകാരനും ഒറ്റ രജിസ്ട്രേഷനെ കൊടുക്കുകയുള്ളൂ. അത് ഗോൾഡ് ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ബിസിനസ്സുകാരന് ഒരു രജിസ്ട്രേഷൻ കൊടുക്കുന്ന ആ സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ തൊട്ടുകൂടായ്മ വയ്ക്കുന്ന ആ സമയത്ത് കേരള ഗവൺമെന്റ് മൂല്യവർദ്ധിത നികുതിയുടെ വകുപ്പ് അമെൻഡ് ചെയ്തുകൊണ്ട് മൾട്ടി ലെവൽ എൻറ്റിറ്റി എന്നുള്ള ഒരു മുദ്ര കുത്തി നിങ്ങളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തു. അത് വലിയൊരു നേട്ടമായിരുന്നു 2014. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഈ കേരള സംസ്ഥാനത്തു നിന്നും പമ്പ കിടന്ന എല്ലാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസും വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞ ഒരു വാക്ക് തെറ്റിപ്പോയി. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു എൻറ്റിറ്റി ആയിട്ട് അവരെ അംഗീകരിക്കുകയാണെങ്കിൽ ആംബെ പോലെയുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി ഉൾപ്പെടെ ലോക്കൽ കമ്പനി ഉൾപ്പെടെ ഒരു 100 കണക്കിന് കമ്പനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടും, അങ്ങനെ കേരള സർക്കാരിന് ടാക്സ് കിട്ടും എന്ന് പറയുകയുണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായി സംഭവിച്ചത് എന്താണെന്നറിയാമോ? 10 കമ്പനിയാണ് മുന്നോട്ട് വന്നത്. അതിലൊരു കമ്പനിയാണ് ഓറിയൻസ്. 2014 10 കമ്പനി വന്നതിൽ ഒരു കമ്പനിയാണ് ഓറിയൻസ്. അങ്ങനെ 14 വന്നു. ആ 14 നിങ്ങളൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി. ആ ഗൈഡ് ലൈനെ അടിസ്ഥാനമാക്കിയാണ് 2016 കേന്ദ്ര സർക്കാർ ഗൈഡ് ലൈൻ ഇറക്കിയത്. അതിനുശേഷമാണ് ഇന്ത്യ മൊത്തം ഇത് ഒരു നിയമനത്തിന്റെ കീഴിൽ കുടക്കീഴിലായിട്ട് ഇത് വന്നത്. അങ്ങനെ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും ഒരേ ഗൈഡ് ലൈനിലൂടെ പോകുന്ന ഈ സമയത്ത് ഇവിടെ നിയമങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇവിടെ ഓറിയൻസിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് ശക്തീഷൊക്കെ ഇവിടെ കിടന്ന് ശക്തിയോടെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് അധികം സമയമില്ല, ഞാൻ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്, പുള്ളി എനിക്ക് സമയം തരുന്നില്ല. അത് തന്നെ വലിയ അടയാളമാണല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പിടിച്ചിരുത്തി ഈ സംഭവം നടക്കുന്ന എന്താണെന്ന് പുള്ളി അറിയാതെ എന്നെ പഠിപ്പിക്കുകയാണ്. ഇത് ഞാൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. സാധാരണ കമ്പനിക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ ആദ്യമേ പറഞ്ഞു വിടും, കാരണം മറ്റ് രഹസ്യങ്ങളൊന്നും കേൾക്കണ്ട, അറിയണ്ട. അത് തന്നെ ഓറിയൻസിന്റെ ഒരു ട്രാൻസ്പെറൻസി ആണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യും. ഇവിടെ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഈ കൈയടിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ നിയമം ഉണ്ടാക്കുന്നത്, ഓറിയൻസ് കമ്പനിക്ക് വേണ്ടി അല്ല. കൺസ്യൂമേഴ്സ് ഒരു കാരണവശാലും ചതിക്കപ്പെടാൻ പാടില്ല.
ഏത് കമ്പനി ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, മൾട്ടിനാഷണൽ ആയിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ഇതിൽ വിശ്വസിച്ച് ഇതിൻ്റെ പുറകെ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തിയും, നിങ്ങൾ ഓരോന്നും ഒരു കൺസ്യൂമർ കൂടിയാണ്, ഡിസ്ട്രിബ്യൂട്ടർ മാത്രമല്ല. ഇവിടെ പറയുന്നല്ലോ, ആദ്യമേ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയിൽ കടന്നുകൂടിയത്. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങൾ സാധനം ട്രേഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു കൺസ്യൂമറാണ് നിങ്ങൾ. ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും കബളിപ്പിക്കിടാൻ പാടില്ല. അതാണ് ഗൈഡ് ലൈൻ. ഒട്ടനവധി MLM കമ്പനികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനി, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഏത് കമ്പനിയാണ് നല്ല കമ്പനിയെന്നും ഏത് കമ്പനിയാണ് സർക്കാർ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നും പറയുന്നത് ആരാണ്? ആ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു MLM മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് പറയേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ന് MLM കമ്പനികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രതിനിധിയായ തോമസ് ആർ ഓറിയൻസിനെ പറ്റി പറയുന്ന വീഡിയോ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓറിയൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ന് എല്ലാ ലീഗാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല, ഓറിയൻസിൽ പ്രവർത്തിച്ചാൽ നമുക്ക് 100% ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഓറിയൻസ് കൊണ്ടുതരും. കാരണം ഓറിയൻസ് തരുന്ന പറയുന്ന എല്ലാ വരുമാനങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു കമ്പനി, അതായത് മാർക്കറ്റിംഗ് പ്ലാൻ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ്. അത് മാത്രമല്ല, ഓറിയൻസിന്റെ പ്രോഡക്ട്സുകൾ, ഒട്ടനവധി പ്രോഡക്ട്സ് എല്ലാം തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റാണ് കമ്പനി മെയിനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഒട്ടനവധി അല്ലാതെ കാറ്റഗറീസ് ഓഫ് പ്രോഡക്റ്റ്, ഒരുപാട് കാറ്റഗറീസ് ഓഫ് പ്രോഡക്റ്റ് ഇന്ന് കമ്പനിക്കുണ്ട്. അപ്പോൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും ഇന്ന് മനുഷ്യരാശിക്ക് ഉതകുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഇന്ന് സപ്ലൈ ചെയ്യുന്നത്. അപ്പം മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും, അത് മാത്രമല്ല ഇന്ന് ഏറ്റവും ആവശ്യം ഒരു മനുഷ്യന് വേണ്ടത് എന്താണ്? ആരോഗ്യമാണ്. ആരോഗ്യവും അതിന്റെ കൂടെ സമ്പത്തുമാണ്. അപ്പൊ ഇത് രണ്ടും കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മിഷൻ. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും പരിപാലിക്കുന്ന കമ്പനി. അതിലൂടെ തന്നെ കമ്പനിയുടെ മിഷനായ ആരോഗ്യത്തോടൊപ്പം വരുമാനത്തോടൊപ്പം ഒരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ള മിഷനോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഓറിയൻസ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് 100% നമുക്ക് പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കമ്പനിയാണ് ഓറിയൻസ്. അപ്പൊ നമ്മൾ ഈ ഓറിയൻസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് ഓറിയൻസിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഓറിയൻസിൽ വിശ്വസിച്ച് ഓറിയൻസിലേക്ക് കടന്നു വരിക. 100% ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഓറിയൻസിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഓറിയൻസിന്റെ പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഓറിയൻസ്.